ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നെപ്പോലെ മേക്കപ്പിൻ്റെ ABCD അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ്. കുറച്ച് ദിവസം മുൻപേ ഞാൻ തിരുവല്ലയിലുള്ള പർപ്പിളിൻ്റെ ഷോപ്പിൽ പോയായിരുന്നു. ഞാനവിടെ പോയതൊരു ഫൗണ്ടേഷൻ വാങ്ങിക്കാനാണ്. തിരിച്ചു വന്നത് ഒരു പെട്ടി സാധനങ്ങളുമായിട്ടാണ്. ഞാനിതിന് മുൻപ് ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. പർപ്പിളിൻ്റെ എല്ലാ ഷോപ്പിലും നമ്മൾ ചെല്ലുവാണെങ്കിൽ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്. അവർ നമ്മുടെ സ്കിന്നിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട സ്കിൻ കെയർ പ്രോഡക്റ്റും ബ്യൂട്ടി പ്രോഡക്റ്റും ഒക്കെ സജസ്റ്റ് ചെയ്ത് തരുവേ. അപ്പം ഞാനാകെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ഫൗണ്ടേഷനും സൺസ്ക്രീനും ഇനി കോമ്പാക്ട് പൗഡറും വല്ലപ്പോഴും. അത് ഉപയോഗിച്ചാൽ തന്നെ ഉപയോഗിച്ചതിൻ്റെ ആ ഒരു ഫിനിഷ് ഒന്നും തോന്നാറില്ലേ. അപ്പം ഞാൻ വാങ്ങിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഇതിനു മുൻപ് ഒന്നും അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവരെനിക്ക് നമ്പർ ഇട്ട് തന്നു ആ ഒരു ഓർഡറിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട്, പിന്നെ ഇതൊരു ടോണറാണ് ഫാം സ്റ്റേയുടെ. പിന്നെ അത് കഴിഞ്ഞൊരു സെറമാണ്, പിന്നെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഇത്രയും അപ്ലൈ ചെയ്യണം. ഇത് ഇത്രയും കൊറിയൻ പ്രോഡക്റ്റ്സ് ആണ്, അതുകൊണ്ട് ഇതിന് അല്പം വിലയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീൻ മസ്റ്റാണ്. ഇടയ്ക്ക് ഞാൻ മുഖമൊക്കെ ടാൻ ആയപ്പോഴത്തേക്ക് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് സൺസ്ക്രീൻ വീട്ടിലിരിക്കുവാണെങ്കിലും കുറഞ്ഞതൊരു 3 തവണയെങ്കിലും അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രൈമർ, ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ് പ്രൈമർ മസ്റ്റാണെന്ന് അവർ പറഞ്ഞ്. അപ്പോൾ പ്രൈമർ ഇട്ട്, ഇത് ഫേസസ് കാനഡയുടെ പ്രൈമറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ, കൺസീലർ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ, പിന്നെ വേറെ കുറച്ച് ഐറ്റംസും വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിക്കാൻ പോയ സാധനം ഇതിലില്ല, ഫൗണ്ടേഷൻ ഇല്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല. ഞാൻ ഓർത്ത് അവർ കറക്റ്റായിട്ടെല്ലാം എടുത്ത് വെക്കുമെന്ന് കരുതി. അതിന് പകരം എനിക്കൊരു 1700 രൂപയുടെ സൺസ്ക്രീൻ അവർ ഇതിൻ്റെ അകത്തിട്ട്. അപ്പം എനിക്ക് പിറ്റേ ദിവസം പോകേണ്ടി വന്ന്. അവർ ബില്ലടിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു ബില്ലടിച്ച സാധനങ്ങൾ അവർ തിരിച്ചെടുക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഏതായാലും ഞാൻ പിറ്റേ ദിവസം പോയി നോക്കി. അപ്പോൾ അവർ പറഞ്ഞു പൈസ തിരിച്ചു തരാൻ പറ്റത്തില്ല, ആ ഒരു എമൗണ്ടിന് എന്തെങ്കിലും ഐറ്റംസ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ആവശ്യമുള്ള ഒരുവിധം ഐറ്റംസ് എല്ലാം എടുത്തു. പിന്നെ ആ ഒരു എമൗണ്ടിന് എന്തെങ്കിലും എടുക്കണമല്ലോ എന്ന് കരുതി ഞാൻ ഫേസ് മാസ്ക് എടുത്തു. അതൊന്നെടുത്താൽ ഒന്ന് ഫ്രീയാണ്. അതുപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ഡീറ്റാൻ സ്ക്രബ്, അത് അവർ പറഞ്ഞതാണ് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്തു. പിന്നെ ഒരു ലിക്കറൈസ് പൗഡർ, അത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടതാണ്. നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ മുഖത്തിടാനും ഫേസ് മാസ്കായിട്ട് ഉപയോഗിക്കാനും നല്ലതാണ്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ പറഞ്ഞ്, അമ്മ എനിക്ക് പുട്ടി ഇടുന്ന ഒന്നും ഇഷ്ടമല്ല, അതുപോലെ ലിപ്സ്റ്റിക് ഇടുന്നവരുടെ മുഖത്ത് എനിക്ക് നോക്കുന്നതേ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനോട് ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ സ്കൂളിൽ വരുമ്പോൾ നിൻ്റെ പല ടീച്ചേഴ്സും ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ്, അമ്മ അത് കെമിക്കലല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. സ്ഥിരം ഇത് ഉപയോഗിക്കുന്നതിനോട് ഞാനും താല്പര്യപ്പെടുന്നില്ല. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും. അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരാവേ. ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.